5-12 കാലം കേരള രാഷ്ട്രീയത്തിലെ നിറസാന്നിധ്യമായിരുന്നു കെ.എം. മാണി. പാലാ മണ്ഡലത്തെ 13 തവണ തുടർച്ചയായി നിയമസഭയിൽ പ്രതിനിധീകരിച്ച അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്ന നേതാവുമാണ്. കേരള രാഷ്ട്രീയത്തിലെ നിരവധി പോരാട്ടങ്ങൾക്ക് മുന്നണി പോരാളിയായിരുന്ന കരിങ്ങോഴയ്ക്കൽ മാണി എന്ന കെ.എം. മാണിയുടെ രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കവും ഒരു പ്രക്ഷോഭത്തിലൂടെയായിരുന്നു. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ തിരുവിതാംകൂറിൽ പൊട്ടിപ്പുറപ്പെട്ട ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൽ കെ.എം. മാണി പങ്കാളിയായി. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം 1955 മദ്രാസ് ലോ കോളേജിൽ നിന്ന് നിയമബിരുദം നേടി. അന്ത്യനിമിഷം വരെ മാണിയുടെ കരുത്തായി കൂടെ നിന്ന കുട്ടിയമ്മയെ 1957 ജീവിതസഖിയാക്കി. 1959 രാഷ്ട്രീയത്തിൽ സജീവമായ മാണി KPCC അംഗമായി. 1964 കോട്ടയം DCC സെക്രട്ടറി സ്ഥാനത്തെത്തി. എന്നാൽ പിന്നീട് അധികകാലം കോൺഗ്രസിൽ തുടരാൻ മാണിക്ക് കഴിഞ്ഞില്ല. PT ചാക്കോയുടെ PG വിവാദവും തുടർന്നുണ്ടായ മരണവും 1964 കോൺഗ്രസിനെ പിളർപ്പിലേക്ക് നയിച്ചു. KM ജോർജിന്റെ നേതൃത്വത്തിൽ 15 MLA-മാർ കോൺഗ്രസ് വിട്ട് രൂപീകരിച്ച കേരള കോൺഗ്രസിലേക്ക് മാണിയും വൈകാതെ എത്തി. 1965 ആദ്യമായി രൂപം കൊണ്ട പാലാ നിയമസഭാ മണ്ഡലത്തിലൂടെ കെ.എം. മാണി തന്റെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് തുടക്കം കുറിച്ചു. അന്നു മുതൽ പാലായുടെ നാഥൻ കെ.എം. മാണി മാത്രമായി. 1975 C. അച്യുതമേനോന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട രണ്ടാം മന്ത്രിസഭയിൽ ആദ്യമായി അംഗമായി. 1975 ഡിസംബർ 26 മുതൽ 77 മാർച്ച് 25 വരെ ധനമന്ത്രിസ്ഥാനം വഹിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രൂപം കൊണ്ട മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായി. എന്നാൽ 1977 ഡിസംബർ 21 തെരഞ്ഞെടുപ്പ് കേസിനെ തുടർന്ന് A.K. ആന്റണി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. പക്ഷേ 1978 കേസ് ജയിച്ച് വീണ്ടും മന്ത്രിസഭയിൽ തിരിച്ചെത്തി. 78 മുതൽ 79 വരെ P.K. വാസുദേവൻ നായരുടെ മന്ത്രിസഭയിലും ആഭ്യന്തര മന്ത്രിസ്ഥാനം വഹിച്ചു. എന്നാൽ മാണിയുടെ വളർച്ചയ്ക്കിടയിലും പാർട്ടി ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഉലഞ്ഞു. 79 കേരള കോൺഗ്രസ് എം എന്ന പാർട്ടിക്ക് രൂപം നൽകി മാണി LDF-ൽ തുടർന്നു. 80 മുതൽ 81 വരെ E.K. നായനാർ മന്ത്രിസഭയിലും ആഭ്യന്തരമന്ത്രിയായി. 82 മാണി ഐക്യ ജനാധിപത്യ മുന്നണിയിലെത്തി. 82 മുതൽ K. കരുണാകരൻ മന്ത്രിസഭയിൽ ധനകാര്യം നിയമവകുപ്പുകളുടെ ചുമതല. 91 ജൂൺ 24 മുതൽ 95 മാർച്ച് വരെ വീണ്ടും K. കരുണാകരൻ മന്ത്രിസഭയിൽ റവന്യൂ നിയമവകുപ്പ് മന്ത്രി. 2001 മെയ് 17 മുതൽ 2004 ഓഗസ്റ്റ് 31 വരെ A.K. ആന്റണി മന്ത്രിസഭയിലും റവന്യൂ നിയമവകുപ്പുകൾ തന്നെ കൈകാര്യം ചെയ്തു. 2004 ഓഗസ്റ്റ് മുതൽ 2006 മെയ് വരെ ഒന്നാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും റവന്യൂ നിയമവകുപ്പുകൾ തുടർന്നു. 2010 ഒരു കാലത്ത് തന്നെ വിട്ടുപോയ P.J. ജോസഫിനെയും സംഘത്തെയും പാർട്ടിയിൽ തിരിച്ചെത്തിച്ച് മാണി വീണ്ടും കരുത്തനായി. 2011 മെയ് മുതൽ രണ്ടാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ധനം നിയമം വകുപ്പുകൾക്കൊപ്പം ഭവന നിർമ്മാണവും ലഭിച്ചു. എന്നാൽ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ കരിനിഴൽ വീഴ്ത്തിയ ബാർക്കോഴ വിവാദത്തെ തുടർന്ന് മാണിക്ക് 2015 മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. എങ്കിലും കൂടുതൽ കരുത്തോടെ തിരിച്ചെത്തിയ മാണിയെയാണ് കേരള രാഷ്ട്രീയത്തിന് കാണാൻ കഴിഞ്ഞത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.